എസ് ബി ഐ അക്കൗണ്ട് ഉള്ളവർക്ക് അവരുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് PDF ആയിട്ട് ഫോണിലേക്കും ഇമെയിൽ വഴിയും ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയെന്നും ഡൗൺലോഡ് ചെയ്ത PDF ഫയലിൻ്റെ പാസ്വേഡ് എങ്ങനെ ഓപ്പൺ ചെയ്യാം, അതിനുശേഷം പാസ്വേഡ് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. SBI ബാങ്കുമായി ബന്ധപ്പെട്ട് 75-ലധികം വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. യോനോ ആപ്പ് സംബന്ധിച്ച് സംശയമുള്ളവർ തീർച്ചയായും അത് കാണുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നമ്മുടെ ഫോണിലുള്ള യോനോ SBIയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലായിരിക്കും മെയിൻ ഇൻ്റർഫേസ് വരുന്നത്. ഇവിടെ നമുക്ക് ലോഗിൻ ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷൻ വരുന്നതാണ്. ഇവിടെ നമുക്ക് കാണാം ഫസ്റ്റ് തന്നെ ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ MPIN അല്ലെങ്കിൽ യൂസർ ഐഡി ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാം. ഞാനിവിടെ 6 MPIN ടൈപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലായിരിക്കും മെയിൻ ഇൻ്റർഫേസ് വരുന്നത്. നമുക്കിത് ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഞാനിത് ഇവിടെ വരച്ച് കാണിക്കുന്നുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ വരും. സേവിങ് അക്കൗണ്ട്, മൈ ബാലൻസ് എന്നിവ കാണാം. ഇവിടെ നമുക്ക് നമ്മുടെ അക്കൗണ്ട് ബാലൻസ് കാണുന്നതിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ വിരലുകൊണ്ടൊന്ന് ടച്ച് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് നമ്മുടെ എല്ലാ ട്രാൻസാക്ഷൻസുകളും നമ്മൾ ഓരോ പൈസ അയച്ചതും വന്നതും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് വലത് സൈഡായിട്ട് ചെറിയതായിട്ടൊരു സിമ്പൽ, 2 സിമ്പൽ കാണാം. ഞാനിവിടെ വരച്ച് കാണിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് സിമ്പൽ ഒരു ലെറ്ററിൻ്റെതാണ്, ഒരു പാസ്ബുക്കിൻ്റെ ചിഹ്നമാണ്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ വിരലുകൊണ്ട് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ലോഡിംഗ് ആവും. അതായത് നമ്മുടെ ഫോണിലേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡായി 150 ട്രാൻസാക്ഷൻ്റെ ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്, PDF ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഈ ഡൗൺലോഡായ സ്റ്റേറ്റ്മെൻറ്റിൽ ഇത്തരത്തിലൊരു പാസ്വേഡ്, ഒരു പാസ്വേഡ് അതിലുണ്ടാവും. ആ പാസ്വേഡ് എങ്ങനെയാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടതെന്നാണ് കാണിക്കുന്നത്. അതിൽ ഫസ്റ്റ് ആദ്യത്തെ 4 ലെറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അതായത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് 31/5 ആണെങ്കിൽ, അല്ലെങ്കിൽ 2/5 ആണെങ്കിൽ 0205 എന്ന് ടൈപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് ഒരു അറ്റെന്ന് പറഞ്ഞ ചിഹ്നം കൊടുക്കുക. അത് കഴിഞ്ഞുള്ള 4 അക്കം എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ നമ്പർ, അതായത് SBI ബാങ്കോട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലെ അവസാന 4 അക്കമാണ്. ആദ്യത്തെ അല്ല, അവസാനത്തെ 4 അക്കമാണ്. അത് ഓർമ്മിക്കുക. ഇവിടെ അതിൻ്റെ സാമ്പിളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓക്കെ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്കിനി ഇവിടെ നമ്മൾ ടച്ച് ചെയ്തതിൻ്റെ തൊട്ടടുത്തൊരു ലെറ്ററിൻ്റെ ഒരു സിമ്പിളുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇമെയിലായിട്ടും, അതായത് SBI ബാങ്കോട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഇമെയിലിലേക്കും ഇതേ സ്റ്റേറ്റ്മെൻറ്റിനെ അയക്കും. ഇനി നമുക്ക് ഓക്കെ അടിച്ച് നമുക്കിതിൽ നിന്നും ലോഗൗട്ട് ചെയ്യാം. സ്റ്റേറ്റ് ബാങ്കിൻ്റെ മൊബൈൽ ആപ്പിൽ നിന്നും ലോഗൗട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോണിലെ ഫോൾഡറിലേക്ക് പോകാം, അതായത് ഫയൽ മാനേജറിലേക്ക് പോകാം. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എവിടെയാണ് ഡൗൺലോഡായി എന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. അതിനുശേഷം ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിൽ മെയിൻ ഇൻ്റർഫേസിൽ വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ മൈ ഫയൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. നിങ്ങളുടെ ഫോണിൽ പല ഫോണുകളിലും പല രീതിയിലായിരിക്കും. അപ്പോൾ മൈ ഫയൽസ് എന്ന് പറഞ്ഞ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇൻറ്റേർണൽ സ്റ്റോറേജ് നോക്കിയാലും ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ ഡൗൺലോഡ്സ് എന്നല്ല ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് PDF എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ നമുക്ക് കാണാം. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോണിലുള്ള PDF ഓപ്പൺ ചെയ്യുന്ന PDF ഒക്കെ കാണാൻ പറ്റുന്ന കുറേയധികം ഓപ്ഷൻസ് കാണും. അതിൽ ഏതെങ്കിലും ഒന്നിൽ ക്ലിക്ക് ചെയ്ത് PDF വ്യൂവർ വഴി നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലായിരിക്കും വരുന്നത്. അപ്പോൾ പാസ്വേഡ് ടൈപ്പ് ചെയ്യണം. ഞാൻ പാസ്വേഡ് എങ്ങനെയാണ് ടൈപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അതായത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ആദ്യത്തെ 4 അക്കം, അത് കഴിഞ്ഞ് ഒരു അറ്റെന്ന് പറഞ്ഞൊരു ചിഹ്നം കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ SBI ബാങ്കോട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിൻ്റെ അവസാന 4 അക്കം, ആദ്യത്തെ അല്ല അവസാന 4 അക്കം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഡൺ കൊടുക്കുക. ഇതിലേതെങ്കിലും നമ്മൾ തെറ്റിക്കഴിഞ്ഞാൽ ഇതുപോലെ പാസ്വേഡ് ഇൻകറക്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും ഒരിക്കൽ കൂടെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഓർമ്മിക്കുക, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് 31/5 ആണെങ്കിൽ 05 ടൈപ്പ് ചെയ്യുക. അതിനുശേഷം വർഷമൊന്നും വേണ്ട, മാസവും ദിവസവും മാത്രമാണ്. അത് കഴിഞ്ഞ് അറ്റ് കൊടുക്കുക. അത് കഴിഞ്ഞ് മൊബൈൽ നമ്പറിൽ അവസാനത്തെ 4 അക്കം. അപ്പോൾ നമുക്കിതാ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ആയിട്ട് നമുക്ക് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കാണാം. പല കാര്യങ്ങൾക്കും
6 മാസത്തെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ചോദിക്കും. അപ്പോൾ അതിനൊക്കെ ഈ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. അതായത് 150 ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. അതിന് 6 മാസത്തെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസിൻ്റെ അതേ വാല്യൂ ആണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് 150 ട്രാൻസാക്ഷനോ അല്ലെങ്കിൽ 6 മന്ത് ട്രാൻസാക്ഷൻ സ്റ്റേറ്റ്മെൻറ്റോ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്താൽ മതിയാവും. ഇനി നമുക്ക് ജസ്റ്റ് നമ്മുടെ ഇമെയിലിൽ കൂടെ ഇത് വന്നിട്ടുണ്ട്. അത് ഇമെയിലിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഈ പാസ്വേഡ് ഇല്ലാതെ നമുക്ക് എങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ആക്കാം. അത് കഴിഞ്ഞിട്ട് ഈ പാസ്വേഡ് ഇല്ലാതെ ഡൗൺലോഡ് ആക്കിയാൽ മാത്രമേ നമുക്ക് പല കാര്യങ്ങൾക്കും ഇത് അയച്ചു കൊടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ഇതിൽ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫോണിലുള്ള ഇമെയിൽ ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. ഇമെയിലിൽ വന്നിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ഇമെയിൽ ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ കാണാം നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ 2 മെസ്സേജ് വന്നിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ മെസ്സേജ് സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കാണാം. എങ്ങനെയാണ് പാസ്വേഡ് ഓപ്പൺ ചെയ്യുന്നതെന്നുള്ള മെസ്സേജൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അപ്പോൾ PDF ആയിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഓപ്പണായി വരും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു PDF വ്യൂവർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഗൂഗിൾ ഡ്രൈവ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് PDF ഫയലൊക്കെ ഈ പാസ്വേഡ് നമുക്ക് റിമൂവ് ചെയ്യാൻ ഏറ്റവും എളുപ്പമാണ്. അപ്പോൾ നമ്മളിവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് തന്നെ ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്തു. ഇനി നമുക്ക് ഏറ്റവും മുകളിലായിട്ട് 3 ഡോട്ട് കാണാം. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പ്രിൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അപ്പോൾ ഇത് ഗൂഗിൾ ഡ്രൈവ് അല്ലെങ്കിൽ ഗൂഗിൾ PDF ഫയലിൽ ഓപ്പൺ ചെയ്താൽ മാത്രമേ ഇത്തരത്തിൽ ഓപ്ഷൻ വരൂ. അപ്പോൾ അതിനുശേഷം നമുക്കിവിടെ മുകളിൽ വലത് സൈഡ് ഒരു ഡൗൺ ആരോ കാണും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്നാൽ മാത്രമേ, അതായത് സ്റ്റേറ്റ്മെൻറ്റ് നമുക്കിവിടെ കാണാം. മുകളിൽ ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ PDF എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ മുകളിൽ വലത് സൈഡ് ഒരു ഡൗൺ ആരോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് PDF എന്ന് പറഞ്ഞൊരു ചിഹ്നം വരും. ഇനി നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല. ആ PDF എന്ന് പറയുന്ന ചിഹ്നത്തിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിലെ ഫോൾഡറിൽ ഏതെങ്കിലും ഒന്നിൽ സേവ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് താഴെ സേവ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു സെലക്ട് ചെയ്ത് വേണമെങ്കിൽ ഒരു ഫോട്ടോയിൽ ചെയ്യാം, അല്ലെങ്കിൽ സേവ് എന്ന് പറഞ്ഞതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ PDF പാസ്വേഡ് റിമൂവ് ചെയ്ത് നമ്മുടെ ഫോണിലേക്ക് നമ്മൾ PDF ഡൗൺലോഡ് ആക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ മൈ ഫയൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞതിലേക്ക് പോകാം. ഇവിടെ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ പാസ്വേഡ് ഉള്ള PDF ആയിരിക്കും കാണുന്നത്. അപ്പോൾ നമുക്ക് ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് തന്നെ പോകാം. ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് ഏറ്റവും ലാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് നമുക്ക് കാണാം. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെ പാസ്വേഡ് റിമൂവ് ആയിട്ടുള്ളത് നമുക്ക് കാണാം. ആദ്യമേ നിങ്ങൾ ഗൂഗിൾ ഡ്രൈവ് ഉപയോഗിച്ച് തന്നെ ചെയ്യുക, എന്നാലേ പാസ്വേഡ് റിമൂവ് ആക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.